അടുത്ത ഗെയിം എന്താണെന്ന് അറിയണ്ടേ? റെഡി? മീനാക്ഷി. അപ്പൊ ദിവ്യ ചേച്ചി കഴിഞ്ഞതൊക്കെ മറന്നേക്കൂ. ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ടേബിളിൽ 2 ബോട്ടിൽസ് ഉണ്ട്. ബോട്ടിൽ ബാലൻസിംഗ് എന്നാണ് നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ പേര്. ഇതിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഇതാ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്തുക. ഇതാണ് ഒരെണ്ണം നിർത്തിയാൽ മതി. ഒരെണ്ണം നിർത്തിയാൽ മതി. ഒരുമിച്ച് എറിയണോ? ഒരുമിച്ച് എറിയണ്ട. ലൈക്ക് അറ്റ് എ ടൈം ട്രൈ ചെയ്താൽ മതി. ഒരെണ്ണം എക്സ്ട്രാ തന്നേ ഉള്ളൂ. എങ്ങനെ ഈ ബോട്ടിലിന്റെ വെയിറ്റ് പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. യെസ്. അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ദാ നിങ്ങളുടെ മുന്നിലായിട്ട് 3 മിസ്റ്ററി ബോക്സസ് ഇരിക്കുന്നുണ്ടാകും. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം 45 സെക്കൻഡ്സ്. ഇവിടെ വെച്ച് ബോക്സ് തുറക്കാൻ പാടില്ല. നമ്മുടെ മിഥുൻ ചേട്ടനായിരിക്കും ബോക്സ് തുറക്കുക. ആരാ പോകുന്നേ? രമ്യ. രമ്യല്ലേ? അവിടെ പോയി ഞാൻ അരിവിറക്കിട്ട് വരും. രമ്യ റെഡി? ഇത്തവണ എല്ലാം നമ്മൾ ഇതിലൂടെയാണ് ഇതെല്ലാം മാറ്റിയെടുക്കാൻ പോണേ. രമ്യ ആ പോയിട്ട് വരുന്ന തിരിച്ചു വരവ് ഞാൻ സ്ലോ മോഷനിലിട്ട് കാണാം. ഓടൂ, വാരൂ, നേടൂ, ഗോ. സമയം എന്ന് പറഞ്ഞാൽ ലാവിഷ് സമയം. നിങ്ങൾക്ക് 2 പേർക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഉത്തരം പറയാൻ ഒരുപാട് സമയം എടുത്തെങ്കിൽ അകത്ത് പ്രശ്നമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള കളിയും കാര്യങ്ങളും ഒക്കെ? ഡിഡ് യു എൻജോയ്? എലിമിനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ വിൻ ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര രസമല്ലേ ശരിക്കും. ഞാൻ പറഞ്ഞ നമുക്ക് ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊന്നുമല്ല. പക്ഷെ എന്നാലും നമുക്കിപ്പൊ കളിച്ചത് നേടുന്ന സമയത്ത് ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? ഞങ്ങൾ പറഞ്ഞ സമാധാനിച്ച് എന്താ വന്നേന്നറിയോ? ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് എടുക്കാം. ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ? തീർച്ചയായും അതാണ് സ്പിരിറ്റ്. ഫ്രീ പോലെ ഇച്ചിരി നാണക്കേടും. ഒരു നാണക്കേടില്ല. ഗംഭീരമായിട്ട് നിങ്ങൾ ഗെയിം കളിച്ചു. ഞാൻ പറഞ്ഞ തുടക്കം തൊട്ട് നിങ്ങളെല്ലാം ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ് കളിച്ചത്. ഐ ആം റിയലി സോറി ടു സേ ദാറ്റ് you guys are winning a water heater. Congratulations! Double trouble എന്ന് പറയുന്ന 3rd റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതെന്താ മീനാക്ഷി? ഞാനേ ഇത് ഗെയിം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുവായിരുന്നു. ഒന്നാമത് അത് പിടിക്കുന്ന രീതി പോലും അങ്ങനെയല്ല. അതുകൊണ്ട് വെറുതെ വല്ല കാര്യമുണ്ടോ മീനാക്ഷി? ചേട്ടാ ഈ ഗെയിം ചെയ്യാനായിട്ട് നല്ല ഉന്നമുള്ളവർ വേണം വരാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉന്നമുള്ള ആരെങ്കിലും അങ്ങോട്ട് വിടാം. ഗെയിം കണ്ടപ്പോ മനസ്സിലായല്ലോ. ബേസിക്കലി ഒന്നുമില്ല. ഈ ഒരു കോക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിടുക. അപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്യരുത്. ആ ബോക്സിനകത്തേക്ക് നിങ്ങളുടെ കോക്ക് വീഴണം. ഒരെണ്ണം ഇട്ടാ മതി. യെസ്, ഒറ്റ ഒരെണ്ണം മതി. അപ്പൊ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. റോഷൻ പറയുന്നേ എനിക്കിതൊരു ടാസ്കേ അല്ല. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് മിസ്റ്ററി ബോക്സ് എടുത്ത് പുറത്തേക്ക് കടക്കാനുള്ള യുവർ ടൈം ഇസ് 45 സെക്കൻഡ്സ്. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇവിടെ വെച്ച് ബോക്സ് ഓപ്പൺ ചെയ്യരുത്. നമ്മുടെ സ്വന്തം മിഥുൻ ചേട്ടനായിരിക്കും ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. റെഡി അല്ലേ റോഷ? റെഡിയാണ്. ഇനി മീനാക്ഷി എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ വെച്ചതെന്നാണ് എനിക്ക്. ഓടൂ, വാരൂ, നേടൂ, ഗോ. റോഷൻ ഒരെണ്ണം മതി. ഉന്നുള്ള ആളാന്നല്ലേ പറഞ്ഞേ? വെല്ലു വിളിച്ചതല്ലേ? കിട്ടി കിട്ടി. റോഷനെ സംബന്ധിച്ച് ആ ചെറിയ ആ ബോക്സിലേക്ക് കോക്കിടുന്നതൊക്കെ സിമ്പിൾ ഒരുമാതിരി വാക്ക് ഇൻ ദ പാർക്ക് അല്ലേ? ഇത് ചേട്ടൻ നെഞ്ചിടിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ എന്താന്ന് ആലോചിച്ചിട്ട്. നമുക്കത് കുഴപ്പമില്ല, അത് നോക്കാം. പക്ഷെ അതുപോലല്ലോ പുറത്തു പോയാലും ഇത്രയും സമയക്കുറവ് കൊണ്ട് ആ ഗെയിം ജയിച്ച് വന്നു എന്നുള്ളതാണ്. മീനാക്ഷിയുടെ ആ ചലഞ്ചൊക്കെ പുഷ്പം പോലെ സിമ്പിൾ. അപ്പോ തുറക്കട്ടെ? തുറക്കാം. മിഥുൻ ചേട്ടൻ ഒന്ന് മുഖത്തെ ഒരു പോസിറ്റിവിറ്റി കാണിച്ചു തരുമോ? മുഖത്ത് പോസിറ്റീവായിട്ടല്ലേ ഇരിക്കുന്നത്? ഭയങ്കര നെഗറ്റിവിറ്റി മിഥുൻ ചേട്ടൻ മുഖം ഇല്ല ഭയങ്കര ന്യൂട്രൽ. ഇത് കാണുമ്പോഴേ അറിയാം നല്ലതാണ്. മിഥുൻ ചേട്ടൻ ഇനിയിപ്പോ വേറെ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ അത് തുറക്കണ്ട. അടുത്ത
പക്ഷെ ഭയങ്കര വലിയ നെഗറ്റീവിന്റെ പ്രശ്നമില്ല. ആ ആ. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഭാഗ്യമായിട്ട് വേണമെങ്കിലും കണക്കാക്കാവുന്നതാണ്. അപ്പൊ നമ്മക്ക് തന്നെയല്ലേ മീനാക്ഷി. അത് ഇത്രയും പെട്ടെന്ന് ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ചിലപ്പോ നമുക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യത്തില് ആ ഭാഗ്യം നന്നായല്ലോ. ഈ ഭാഗ്യം ചിലപ്പോ ഒന്ന് മര്യാദയ്ക്ക് നോക്കി, ചിലപ്പോ കാർ അടിച്ചെന്നിട്ടായിരിക്കും അതില്. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ, അതില് നിങ്ങളുടെ സാധനങ്ങൾ ഏതൊക്കെയാണ്? ആ ഇരിക്കുന്ന 2 അയൺ ബോക്സ്, ആ മിക്സ് ഗ്രൈൻഡർ, ആ അത്രയും സാധനം. ഗ്രോസറീസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് മുഴുവനായി വാക്യൂം ചെയ്ത് കളയാനുള്ള ഒരു വാക്യൂം ക്ലീനർ കിട്ടിയിട്ടുണ്ട്. Happy അല്ലേ? ഹാപ്പി ഹാപ്പി. ഇതാണോ കുറച്ച് Congratulations. താങ്ക് യു താങ്ക് യു. വീട്ടിലോട്ട് പോകുമ്പോ കയ്യിലൊരു വാക്യൂം ക്ലീനർ ആയിട്ടാണ് പോകുമ്പോണേ. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു വീട്ടിലാ? ആ. ഞാനിത് അവരെ ഏൽപ്പിക്കട്ടെ. അതെ. ഓക്കെ, സേഫ് അല്ലേ? സേഫ് ആയിട്ട് പുള്ളി വെച്ചോളൂ കേട്ടോ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഗോയിങ് ഹോം വിത്ത് എ വാക്യൂം ക്ലീനർ ഫ്രം പിട്ടാപ്പള്ളി ഏജൻസീസ് കേട്ടോ. ഓക്കെ, താങ്ക് യു താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.